Magic's biggest secrets. Finally revealed. യേശുവിനെ കുരിശിൽ നിന്നും ഇറക്കിയതിനു ശേഷം കുളിപ്പിച്ചിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ യേശു മരിച്ചിട്ടില്ലെന്ന് അവർക്ക് അറിയാമായിരുന്നു. ഒരു മാന്ത്രികന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സഹായികളെപ്പോലെ തന്നെ അവരും പ്രവർത്തിച്ചു. ഒരു കാലത്ത് പത്രപംക്തികളിൽ വായനക്കാരെ വളരെയേറെ ആകർഷിച്ചിരുന്ന ഒരു കോമിക് പരമ്പര ഉണ്ടായിരുന്നു. മാൻഡ്രേക്ക് ദി മജീഷ്യൻ അഥവാ മാന്ത്രികനായ മാൻഡ്രേക്ക് എന്നായിരുന്നു ആ പരമ്പരയുടെ പേര്. കഥാനായകനും മഹാമാന്ത്രികനുമായ മാൻഡ്രേക്ക് മഹേന്ദ്രജാലങ്ങൾ പഠിച്ചത് ടിബറ്റിലെ തെറോങ് എന്ന മഹാഗുരുവിൽ നിന്നുമാണ്. പത്രപംക്തികളിൽ മാൻഡ്രേക്ക് എന്ന മാന്ത്രികൻ വായനക്കാർക്ക് ഹരമായിരുന്ന അക്കാലത്ത് നമ്മുടെ തെരുവുകളിൽ കൊച്ചു കൊച്ചു ജാലവിദ്യക്കാർ കാണികളെ വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ മാജിക്കിന്റെ വിസ്മയകരമായ പ്രകടനങ്ങൾ മലയാളികൾ ആസ്വദിച്ച് കാണാൻ തുടങ്ങിയത് മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്റെ രംഗപ്രവേശനത്തോടെയാണ്. അദ്ദേഹം ആ കലയെ കൂടുതൽ ആസ്വാദ്യകരവും ജനകീയവുമാക്കി മാറ്റി. മാജിക് എന്നു പറഞ്ഞാൽ എന്തോ കുട്ടിച്ചാത്തൻ സേവ ആണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇത് ഒരു ദൈവിക സിദ്ധിയാണെന്ന അവകാശവാദവുമായി ചിലരൊക്കെ ജനങ്ങളെ കബളിപ്പിക്കാനും തുടങ്ങിയിരുന്നു. അവർ പിന്നീട് മനുഷ്യദൈവങ്ങളായി മാറി. അവർക്ക് ചുറ്റും ജനങ്ങൾ കൂടിയപ്പോൾ അവരുടെ പക്കൽ ധനവും സമ്പത്തും കുമിഞ്ഞുകൂടി. എന്നാൽ മാജിക് കൂടുതൽ ജനകീയമായതോടെ ജനങ്ങളെ കബളിപ്പിക്കുക എന്ന അത്തരക്കാരുടെ അവതാര ലക്ഷ്യങ്ങൾ ഒരു പരിധിവരെ അവതാളത്തിലായി. അതിനു കാരണക്കാരായവരിൽ ഒരു പ്രധാനി ഗോപിനാഥ് മുതുകാട് എന്ന ഇന്ദ്രജാലക്കാരനാണ്. പരിശീലിച്ചാൽ ആർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കലാരൂപമാണ് മാജിക് എന്ന സന്ദേശം അദ്ദേഹം സമൂഹത്തിന് കൈമാറി. ഈ മാന്ത്രികന്മാർ വളരെ അനായാസമെന്ന് തോന്നും വിധത്തിൽ അവതരിപ്പിക്കുന്ന പല നമ്പറുകൾക്കും പിന്നിൽ നിരന്തരമായ പരിശീലനം ആവശ്യമുള്ളതാണ്. ശ്രദ്ധ മാറിയാൽ, ടൈമിംഗ് അല്പമൊന്നു തെറ്റിയാൽ പ്രകടനം വലിയ പരാജയത്തിൽ കലാശിക്കും. ഒരു മാജിക് വിജയിപ്പിക്കാൻ മജീഷ്യനോടൊപ്പം തന്നെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരുടെ സഹായവും സപ്പോർട്ടും പരമപ്രധാനം തന്നെയാണ്. അപകടകരമായ പ്രകടനങ്ങൾക്കിടയിൽ ഇന്ദ്രജാലക്കാർ മരണപ്പെട്ട സംഭവങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. ചിലർക്ക് ഗുരുതരമായ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് മാജിക്കിന് പഴയ പോലെയുള്ള ഒരു ജനപ്രീതി ലഭിക്കുന്നില്ല. അതിനു കാരണം ഒട്ടുമിക്ക മാജിക്കിന്റെയും രഹസ്യങ്ങൾ പരസ്യമാക്കപ്പെട്ടു എന്നതാണ്. ഇന്നേവരെ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത രഹസ്യങ്ങളുമായി ചില മാജിക്കുകൾ ജനഹൃദയങ്ങളിൽ വിസ്മയമായി ഇന്നും നിലനിൽക്കുന്നു എന്നതും സത്യമാണ്. മാജിക് എന്ന കലയ്ക്കു പുറമെ വിസ്മയകരമായ വേറെയും അഭ്യാസങ്ങൾ ഉണ്ട്. അതിൽ പ്രധാനം സർക്കസ് ആണ്. ആളുകളെ അമ്പരപ്പിക്കുന്ന പ്രകടനങ്ങൾ കാഴ്ചവയ്ക്കാൻ ശേഷിയുള്ളവരാണ് സർക്കസ് അഭ്യാസികൾ. കായികാഭ്യാസികളെല്ലാം തന്നെ അവരുടെ മെയ്യഭ്യാസങ്ങൾ കൊണ്ട് നമ്മെ അമ്പരപ്പിക്കും. എന്നാൽ ഒരു തികഞ്ഞ യോഗാഭ്യാസി വെറും ശാരീരികാഭ്യാസങ്ങൾ മാത്രം ചെയ്യുന്നവൻ അല്ല. അവൻ ശരീരത്തിന്റെ തലം കടന്ന് മനസ്സിന്റെ തലത്തിലേക്കും ആത്മീയതയുടെ തലത്തിലേക്കും പടിപടിയായി പ്രവേശിക്കാൻ കഴിവ് നേടിയവനാണ്. അതിനാൽ അവരുടെ പ്രകടനങ്ങൾ കേവലം മാജിക്കിന്റെ തലങ്ങൾ വിട്ട് ഉയർന്ന തലങ്ങളെ കീഴടക്കുന്നു. പ്രാപഞ്ചിക യുക്തിയുടെ തലങ്ങളെയെല്ലാം അവർ ഒന്നൊന്നായി ഭേദിക്കുന്നു. ശാസ്ത്രലോകത്തിനു മുന്നിൽ തന്റെ ഹൃദയമിടിപ്പ് പൂർണ്ണമായും നിർത്തിയ ഒരു ഹിമാലയൻ യോഗിയുടെ കഥയാണ് കഴിഞ്ഞ ലക്കത്തിൽ നാം കണ്ടത്. അവിടെ അവതരിപ്പിക്കപ്പെട്ടത് കഠിനമായ യോഗ പരിശീലനത്തിലൂടെ നേടിയെടുത്ത ഒരു സിദ്ധിയുടെ പ്രദർശനമാണ്. എത്ര പരിശീലിച്ചാലും ആർക്കും അത്ര എളുപ്പത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സിദ്ധിയല്ലാതെ 36 മണിക്കൂർ നേരമാണ് ആ യോഗി തന്റെ ഹൃദയം പൂർണ്ണമായും സ്തംഭിപ്പിച്ചത്. ഈ 36 മണിക്കൂർ എന്ന സമയത്തിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് കഴിഞ്ഞ ലക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു. അക്കാര്യമാണ് പറയാൻ പോകുന്നത്. ബൈബിൾ പറയുന്നത് സത്യമാണെങ്കിൽ മനുഷ്യപുത്രനായ യേശു തന്റെ ഹൃദയമിടിപ്പു നിർത്തിയതും 36 മണിക്കൂർ നേരമായിരുന്നു എന്നതാണ് ഇന്നേവരെ ആരും അറിയാത്ത ആ സത്യം. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് യേശു കുരിശിൽ മരിച്ചെന്നാണ് ബൈബിൾ രേഖപ്പെടുത്തുന്നത്. ഞായറാഴ്ച രാവിലെ വെളിച്ചം വീശുന്നതിന് മുൻപായി മറിയയും കൂട്ടരും കല്ലറവാതിൽക്കൽ എത്തുമ്പോൾ കല്ലറവാതിൽ തുറന്നിരിക്കുന്നതായി കാണും. അവിടെ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ ഉണ്ടായിരുന്നു. അവർ പറയും, യേശു ഇവിടെയില്ല, അവൻ പോയി കഴിഞ്ഞു. നിങ്ങൾ ഇനിയും അവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കേണ്ടതില്ല, അവൻ ജീവിച്ചിരിക്കുന്നു. അവർ പറയുന്നത് വെച്ച് നോക്കിയാൽ സ്ത്രീകൾ വരുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ യേശു യോഗനിദ്രയിൽ നിന്നും ഉണർന്നിരിക്കണം.
2 രാത്രിയും 1 പകലും ചേരുന്ന 36 മണിക്കൂറുകൾക്ക് ശേഷം ഏകദേശം പുലർച്ചെ 3 മണിക്ക് തന്നെ യേശു എന്ന മഹായോഗി യോഗനിദ്ര വിട്ട് ഉണർന്നിരിക്കണം. ക്രിസ്ത്യാനികളെപ്പോലെ തന്നെ യഹൂദർക്കും ഒരു മരിച്ച ജഡത്തെ അടക്കം ചെയ്യുന്നതിന് മുൻപായി കുളിപ്പിക്കുന്ന ഒരു പതിവുണ്ട്. എന്നാൽ യേശുവിന്റെ കാര്യത്തിൽ അവർ ആ പതിവ് തെറ്റിച്ചു. യേശുവിനെ കുരിശിൽ നിന്നും ഇറക്കിയതിനു ശേഷം കുളിപ്പിച്ചിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ യേശു മരിച്ചിട്ടില്ലെന്ന് അവർക്ക് അറിയാമായിരുന്നു. ഒരു മാന്ത്രികന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സഹായികളെപ്പോലെ തന്നെ അവരും പ്രവർത്തിച്ചു. സുഗന്ധദ്രവ്യങ്ങളും പച്ചമരുന്നുകളും കൂട്ടിക്കലർത്തിയ ഒരു മിശ്രിതം ഉപയോഗിച്ച് യേശുവിന്റെ ശരീരം മുഴുവൻ അവർ പൊതിഞ്ഞു കെട്ടി. ഗവേഷകർ കണ്ടെത്തിയ വിവരങ്ങൾ അനുസരിച്ച് ഔഷധ സസ്യമായ കറ്റാർ വാഴയും മൂറും ചേർന്ന ഒരു ഹെർബൽ മിശ്രിതമാണ് യേശുവിന്റെ ശരീരത്തിൽ പുരട്ടിയിരുന്നത്. ഈ മിശ്രിതത്തിന്റെ അളവ് ഏകദേശം 45 കിലോഗ്രാമോളം ഉണ്ടായിരുന്നതായി പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. ശരീരത്തിൽ ഏൽക്കുന്ന ക്ഷതങ്ങളും മുറിവുകളും ഉണക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലതും വിലയേറിയതുമായ ഔഷധലേപനങ്ങൾ ആയിരുന്നു യേശുവിന്റെ ശരീരത്തിൽ പുരട്ടിയിരുന്നത്. യേശു അക്കാലത്തെ അറിയപ്പെടുന്ന ഒരു എസ്സീനി റബ്ബി ആയിരുന്നു. എസ്സീനികൾ പൊതുവെ വെളുത്ത വസ്ത്രം ധരിക്കുന്നവരാണ്. വെളുത്ത വസ്ത്രം ധരിച്ച 2 മനുഷ്യരെ മറിയം ആ ഗുഹയിൽ കാണുന്നുണ്ട്. അവരാണ് യേശുവിന്റെ ശുശ്രൂഷകരായി ആ ഗുഹയിൽ ഉണ്ടായിരുന്നത്. ശരീരമാകെ പൊതിഞ്ഞുവെച്ചിരുന്ന കിലോ കണക്കിന് ഔഷധക്കൂട്ടുകളെല്ലാം തുടച്ചു വൃത്തിയാക്കാൻ അവരാണ് യേശുവിനെ സഹായിച്ചിട്ടുള്ളത്. കല്ലറക്കുള്ളിലെ കൽത്തട്ടിൽ നിന്നും പൂർണ്ണമായും സ്വതന്ത്രനാവാൻ യേശുവിന് 1-2 മണിക്കൂറുകൾ വേണ്ടി വന്നിരിക്കാം. ഇരുട്ട് മാറുന്നതിന് മുൻപ് തന്നെ യേശു കല്ലറ വിട്ടു പുറത്തിറങ്ങി കഴിഞ്ഞിരുന്നു. മഹേന്ദ്രജാലത്തിന്റെ മഹാരഹസ്യങ്ങൾ ഇവിടെയും വെളിപ്പെടുകയാണ്. ഹൃദയം നിന്നതുകൊണ്ട് മാത്രം ഒരാൾ മരിക്കുന്നില്ല. മസ്തിഷ്കം മരിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ മരണം സംഭവിക്കുന്നത്. മസ്തിഷ്കം മരിച്ചാൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ശരീരം അഴുകാൻ ആരംഭിക്കും. യോഗനിദ്രയിൽ സ്വന്തം ഇച്ഛാശക്തിയാൽ ഹൃദയം സ്തംഭിപ്പിച്ച ഒരു യോഗിയുടെ മസ്തിഷ്കം മരിക്കുന്നില്ല. 36 മണിക്കൂറുകൾക്ക് ശേഷം യോഗിയുടെ ഹൃദയം പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ യോഗി നിദ്ര വിട്ടുണരും. ഇവിടെ യേശു പ്രവർത്തിച്ച ഇന്ദ്രജാലവും അതുതന്നെയാണ്. കുരിശിൽ മരിക്കാത്ത യേശു 36 മണിക്കൂറുകൾക്കു ശേഷം യോഗനിദ്ര വിട്ട് ഉണർന്നെഴുന്നേറ്റു. ഓർക്കുക, യേശു ഉയർത്ത് എഴുന്നേൽക്കുക ആയിരുന്നില്ല, ഉണർന്ന് എഴുന്നേൽക്കുക ആയിരുന്നു. തീർച്ചയായും ഉയർത്തെഴുന്നേൽക്കൽ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത അസംഭാവ്യമായ ഒരു അത്ഭുതമാണ്. എന്നാൽ 36 മണിക്കൂറിന് ശേഷം സംഭവിച്ച യേശുവിന്റെ ഉണർന്നെഴുന്നേൽക്കൽ സംഭാവ്യമായ ഒരു അത്ഭുതം തന്നെയായിരുന്നു. രഹസ്യങ്ങളുടെയും ദുരൂഹതകളുടെയും തുറക്കാത്ത വാതിലുകൾ ഒന്നൊന്നായി തുറന്നുകൊണ്ട് നമുക്ക് യാത്ര തുടരാം. Thank you for watching. Stay tuned for the next episode. Goodbye.